വെൽക്കം ടു സ്വാദീസ് ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE ഫിസിക്സിന്റെ ചാപ്റ്റർ 12 ആയ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഈസിലി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. കാരണം ഇതിനെ പഠിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. പിന്നെ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചായിരിക്കും ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ക്ലാസ്സുകൾ മാക്സിമം കാണുക. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സും എന്തോ ആയിക്കോട്ടെ അത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ സ്വാദീസ് ലേണേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ എല്ലാവരുടെയും, അതായത് യൂണിവേഴ്സിന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് എനർജിയാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്, ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമായിട്ട് വേണ്ട, ഇപ്പം നമ്മുടെ വീടുകളിലാണെങ്കിലും വലിയ വലിയ കമ്പനികളിലാണെങ്കിലും ഫാക്ടറീസിലാണെങ്കിലും റിസർച്ചിലാണെങ്കിലും എന്തിലാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇലക്ട്രിക്കൽ എനർജിയെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. പിന്നെ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നും പിന്നെ അതിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം എനർജി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലോ ഓഫ് കൺസർവേഷൻ അനുസരിച്ച് എനർജിയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല അല്ലേ? എനർജി കനോട്ട് ബി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് എന്നാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ. അതിനെ നമുക്ക് എപ്പോഴും ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇലക്ട്രിക്കൽ എനർജിയും ഉണ്ടാകുന്നത്. ഇലക്ട്രിക്കൽ എനർജിയും നമ്മൾ ഒരു ഫോം ഓഫ് എനർജിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന, കൺവേർട്ട് ചെയ്തെടുക്കുന്ന എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. നിങ്ങൾ ഡാമുകൾ വിസിറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കാം, ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷനുകൾ വിസിറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കാം. നമ്മുടെ വീടിനടുത്ത് തന്നെയാണെങ്കിലും സബ് സ്റ്റേഷനുകളുണ്ട്, പവർ സ്റ്റേഷനുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ കൺസിഡർ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു ഹൈ പൊട്ടൻഷ്യൽ എനർജിയിൽ നമ്മൾ വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്യുന്നു, ഡാമിൽ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ആ ഹൈ പൊട്ടൻഷ്യൽ എനർജിയിലുള്ള ഡാമിലെ വെള്ളത്തിനെയാണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാ? ആ ഹൈ പൊട്ടൻഷ്യൽ എനർജിയിലുള്ള വെള്ളത്തിനെ നമ്മൾ കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റും. അതിനുശേഷം ആ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ആ മൂവ്മെന്റ് യൂസ് ചെയ്താണ് നമ്മൾ എന്താക്കുന്നത്? അതിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നത്. അപ്പോൾ അവിടെ എനർജി നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കുകയല്ല ചെയ്തത്, ഒരു ഫോം ഓഫ് എനർജിയെ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാകുന്നത്. ഇനി ഇതിനെ കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ പാർട്ടിക്കിളും മെയ്ഡപ്പ് ഓഫ് എന്താണ്? മാറ്ററിലാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് അല്ലെ? എല്ലാ പാർട്ടിക്കിൾസും മാറ്റർ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മാറ്ററിനകത്ത് എന്തുണ്ട്? ആറ്റംസ് ഉണ്ട് അല്ലെ? എല്ലാ പാർട്ടിക്കിൾസിലും മാറ്റർ ഉണ്ട്. മാറ്റർ അല്ലെങ്കിൽ മോളിക്യൂൾസോ എന്തെങ്കിലും ആയിരിക്കട്ടെ, ആറ്റംസ് ഉണ്ട് അതിനകത്ത്. ഈ ആറ്റത്തിനകത്ത് എന്താ ഉള്ളത്? ചാർജ് ഉള്ള പാർട്ടിക്കിൾ ഉണ്ട് അല്ലെ? പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ ചാർജ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മാറ്റർ ഓർ ആറ്റം എന്ന് പറയും. ചാർജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മാറ്റർ ഓർ ആറ്റം എന്നാണ് ചാർജ് പറയുന്നത്. അപ്പൊ നമുക്ക് ആറ്റത്തിനകത്ത് തന്നെ പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസും ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസും ഉണ്ട്, അതുപോലെ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസും ഉണ്ട്. പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പ്രോട്ടോൺസ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ? നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസിനെ ഇലക്ട്രോൺസ് എന്നും, നോ ചാർജ് അതായത് ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസിനെ ന്യൂട്രോൺസ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഇനി ഈ ന്യൂട്രോൺസും പ്രോട്ടോൺസും കൂടെ കാണപ്പെടുന്നതാണ് നമ്മുടെ ന്യൂക്ലിയസിനകത്ത്. ന്യൂക്ലിയസിനുള്ളിലാണ് എന്തുള്ളത്? ന്യൂട്രോൺസും പ്രോട്ടോൺസും ഉള്ളത്. അതിനെ സറൗണ്ട് ചെയ്ത് ഒരു ഓർബിറ്റ് പോലെ ഒരു സറൗണ്ടിങ് ആയിട്ടായിരിക്കും എന്തുണ്ടാവുക? ഇലക്ട്രോൺസ് ഉണ്ടാവുക. അപ്പോൾ ഒരു പാർട്ടിക്കിളിൽ ധാരാളം ഇലക്ട്രോൺസ് ഉണ്ടാകും, അതിനനുസരിച്ച് പ്രോട്ടോൺസുകളും ഉണ്ടാകും. ഇനി നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ചാർജ് ആണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ചാർജ്. ചാർജിന്റെ ഫ്ലോയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചാർജ് ഫ്ലോ ചെയ്താൽ അവിടെ ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസ് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ചാർജ് ഓർ പ്രസൻസ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് എന്നാണ് പറയുന്നത്.
ഞാൻ പറഞ്ഞു രണ്ട് ടൈപ്പ് ചാർജ് നമുക്കുണ്ട്, പോസിറ്റീവ് ചാർജും ഉണ്ട് നെഗറ്റീവ് ചാർജും ഉണ്ട് അല്ലെ. പോസിറ്റീവ് ചാർജ് ഉള്ളതിനെ പ്രോട്ടോൺസ് എന്ന് പറയുന്നു, നെഗറ്റീവ് ചാർജ് ഉള്ളതിനെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നു. അപ്പൊ ഈ രണ്ട് ചാർജിനും മൂവ്മെന്റ് സംഭവിക്കുന്നുണ്ട് ഇല്ലേ. രണ്ട് ചാർജിനും എന്ത് സംഭവിക്കുന്നുണ്ട്? മൂവ്മെന്റ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പ്രോട്ടോൺസും മൂവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോൺസും മൂവ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ചാർജ് മൂവ് ചെയ്യുമ്പോഴും നമുക്ക് രണ്ട് ടൈപ്പ് ഇലക്ട്രിസിറ്റി ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് രണ്ട് ടൈപ്പ് ഇലക്ട്രിസിറ്റി, പ്രോട്ടോൺസ് മൂവ് ചെയ്യുമ്പോഴും നമുക്ക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാവുന്നുണ്ട്, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോഴും നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്? കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ഇനി നമുക്കൊരു ചാർജ് അല്ലെങ്കിൽ ഒരു ആറ്റം എടുത്താൽ അതിനകത്തുള്ള ചാർജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് Q എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. Q എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് അതിനകത്ത് ടോട്ടൽ ചാർജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ടോട്ടൽ ചാർജ് ആണ് നമുക്ക് Q എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താണ്, പ്രോട്ടോൺസിന്റെ ചാർജ് എന്താണെന്നുള്ളത്. ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ്. അതായത് ഇലക്ട്രോണിനെ നമ്മൾ E- കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അങ്ങനെ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 × 10⁻⁻⁹ കൂളംബ് ആണ്. കൂളംബ് എന്ന് പറഞ്ഞാൽ ചാർജിനെ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ് കൂളംബ്. അപ്പം 1.6 × 10⁻⁹ -1.6 × 10⁻⁹ ആണ് ഇലക്ട്രോണിന്റെ ചാർജ്. ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഇവിടെ നമുക്ക് നെഗറ്റീവ് വന്നത്. ഇനി ഒരു പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുന്നത്, പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണ്. അപ്പൊ പ്രോട്ടോണിന്റെ ചാർജ് വരിക എന്തായിരിക്കും? 1.6 × 10⁻⁻⁹ ആയിരിക്കും. പോസിറ്റീവ് 1.6 × 10⁻⁻⁹ കൂളംബ് ആയിരിക്കും പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ ചാർജ് നമ്മൾ Q ആക്കി എടുത്തു. N ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് ഇരിക്കട്ടെ. N എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതായത് ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു കണ്ടക്ടറോ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്താൽ അതിനകത്ത് n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഒരു കൂളംബ് ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ, ഒരു കൂളംബ് ചാർജ് ആണ് അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ചാർജ്, അതായത് ആ ഒരു കൂളംബ് ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ എത്ര ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു കൂളംബ് ചാർജ് എന്ന് പറഞ്ഞാൽ Q എന്ന് പറയുന്നത് ഒരു കൂളംബ് എന്നാണ് അർത്ഥം. ഒരു കൂളംബ്, 1 കൂളംബ്. അതായത് n നമ്പർ ഓഫ് ഇലക്ട്രോൺസും ആണ്. ഇനി നമുക്ക് ടോട്ടൽ ചാർജ് Qനെ എങ്ങനെ എഴുതാം? ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ഇൻറ്റു മൊത്തം എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത്, അങ്ങനെ ആയിരിക്കുമല്ലോ. ടോട്ടൽ ചാർജ് Qനെ അപ്പൊ എങ്ങനെ എഴുതാം? n × E എന്ന് എഴുതാം അല്ലേ. ടോട്ടൽ ചാർജ് Q എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ഇൻറ്റു മൊത്തം എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു കൂളം ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ എത്ര ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. അതായത് ഒരു കൂളംബ് ചാർജ് ഫ്ലോ ചെയ്താൽ n എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ബൈ ഇക്വേഷൻ നമുക്കറിയാം Q = n × E ആണെന്ന് നമുക്ക് അറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ n നെ നമുക്ക് എങ്ങനെ എഴുതാം? n = Q/E എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇനി നമുക്ക് Q 1 കൂളംബ് ആയിരിക്കുന്ന കേസിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ Qന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 1 എന്ന് പറയുന്ന ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിവൈഡഡ് ബൈ ഇലക്ട്രോണിന്റെ ചാർജ്. എന്താണ് ഇലക്ട്രോണിന്റെ ചാർജ്? -1.6 × 10⁻⁻⁹ ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -1.6 × 10⁻⁹ കൂളംബ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വരുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ n = 6.25 × 10⁸ ആണ് വരുന്നത്. അതായത് 6.25 × 10⁸ എത്രയും ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്താൽ ഒരു കൂളംബ് ചാർജ് ഫ്ലോ ആയി എന്നാണ് അർത്ഥം. അതായത് ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ കൂടെ, മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആറ്റംസ് ഉണ്ട്, അതിൽ കൂടെ 6.25 × 10⁸ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മൂവ് ചെയ്താൽ ഒരു കൂളംബ് ചാർജ് അതിൽ കൂടെ ഫ്ലോ ചെയ്തു എന്നാണ് അർത്ഥം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു കൂളംബ് ചാർജ് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ഇലക്ട്രോൺസ് മൂവ് ചെയ്തിരിക്കണം? 6.25 × 10⁸ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മൂവ് ചെയ്തിരിക്കണം.
ഇനി ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രോട്ടോൺസ് മൂവ് ചെയ്യുമ്പോഴുണ്ടാവുന്നത് കൊണ്ടും ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോഴും ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നുണ്ട്. സാധാരണ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് മെറ്റാലിക് കണ്ടക്ടേഴ്സ്, ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന സിൽവറും കോപ്പറും അലുമിനിയം ഒക്കെ എങ്ങനെയുള്ളതാണ്? ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് റാൻഡം മോഷനിൽ മൂവ് ചെയ്യുക. അതായത് അതിനൊരു പ്രത്യേക ഡയറക്ഷൻ ഇല്ല, അങ്ങനെ റാൻഡം മോഷനിലായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയാണ് എന്താ? ഇലക്ട്രോൺസ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന കണ്ടക്ടറിൽ ഇലക്ട്രോൺസ് ആണ് ഉണ്ടാകുന്നത്. ആ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയെ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയും. മൂവ്മെന്റ് ഉണ്ട്, അതായത് ചാർജിന് അവിടെ മൂവ്മെന്റ് ഉണ്ട്. ചാർജ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയാണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ ഒരു ടൈപ്പ് ഇലക്ട്രിസിറ്റിയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് എന്ന് പറയുന്ന വേർഡിന് തന്നെ അർത്ഥം സ്റ്റേഷനറി ആയിരിക്കുക എന്നാണ് അർത്ഥം. അതായത് മൂവ് ചെയ്യുന്നില്ലാത്തതിനെയാണ് നമ്മൾ സ്റ്റേഷനറി അല്ലെങ്കിൽ സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ ചാർജ് മൂവ് ചെയ്യാതിരിക്കുന്ന കേസിൽ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. സപ്പോസ് ഇപ്പൊ നമ്മളൊരു സ്കെയിൽ എടുത്തു, അത് നമ്മളുടെ ഒരു തലമുടിയിൽ നമ്മൾ റബ്ബ് ചെയ്യുക. അപ്പൊ റബ്ബ് ചെയ്യുമ്പോൾ അതിനകത്ത് സ്കെയിലിൽ കുറച്ച് ചാർജ് ഉണ്ടാവുന്നുണ്ട്. ആ ചാർജ് നമ്മളൊരു പേപ്പർ കഷ്ണം, ചെറിയ പേപ്പർ കഷ്ണത്തിലേക്ക് നമ്മൾ കാണിക്കുകയാണെങ്കിൽ ആ ചാർജ് മൂലം ഈ സ്കെയില് പതുക്കെ ആ പേപ്പറിനെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് നമ്മുടെ പേപ്പറിന് ഒരു ചാർജ് ഉണ്ട്, നമ്മൾ സ്കെയിലിനെ റബ്ബ് ചെയ്തപ്പോൾ ആ റബ്ബിങ് വഴിയും സ്കെയിലിന് ഒരു ചാർജ് കിട്ടുന്നുണ്ട്. ഈ ചാർജസ് തമ്മിൽ അട്രാക്ട് ചെയ്യുമ്പോഴും അവിടെ ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പം സ്കെയിൽ റബ്ബ് ചെയ്യുന്ന കേസിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ് ഉണ്ടാകുന്നത്. അത് നമ്മൾ റബ്ബ് ചെയ്യുന്നത് കൊണ്ട് ഫ്രിക്ഷൻ മൂലമാണ് അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നു. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഹയർ ലെവൽ ക്ലാസ്സുകളിൽ പഠിക്കും. ഇനി സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിക്ക് ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ലൈറ്റനിങ് എന്ന് പറയുന്നത്. ലൈറ്റിംഗ് ഇടിമിന്നൽ. മിന്നൽ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിസിറ്റിയുടെ രൂപമാണ്. അതിനെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ് അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി. ഇനി നമ്മുടെ ചാർജസ് തന്നെ നിങ്ങൾക്കറിയാം, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ചാർജസിന് എന്തുണ്ട്? അട്രാക്ഷനും ഉണ്ട്, റിപ്പൽഷനും ഉണ്ട്, അല്ലേ? ചാർജസ് അട്രാക്ട് ചെയ്യുന്നുണ്ട്, ചാർജുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ അത് തമ്മിൽ റിപ്പല്ലും ചെയ്യുന്നുണ്ട്. എങ്ങനെയുള്ള ചാർജുകൾ തമ്മിലായിരിക്കും അട്രാക്ട് ചെയ്യുക? അൺലൈക്ക് ചാർജസ് തമ്മിലായിരിക്കും അട്രാക്ട് ചെയ്യുക. അൺലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും തമ്മിലായിരിക്കും എന്ത് വരുന്നത്? എപ്പോഴും അട്രാക്ഷൻ വരുന്നത്. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിലായിരിക്കും അട്രാക്ഷൻ വരുന്നത്. റിപ്പൽഷൻ വരുന്നത് സെയിം ചാർജസ് ആയിരിക്കും റിപ്പല് ചെയ്തു പോവുക, അതായത് അകന്നു പോവുക. സെയിം ചാർജ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജും കൂടെ വന്നാൽ അത് റിപ്പല് ചെയ്തായിരിക്കും പോകുന്നത്. ഇനി പോസിറ്റീവ് ചാർജും കൂടെ വന്നാലും എന്തായിരിക്കും സംഭവിക്കുക? റിപ്പൽഷൻ ആയിരിക്കും സംഭവിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് ചാർജ് എന്താണെന്ന് അറിയണം. ചാർജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ഓർ ആറ്റം ആണ്. ലൈക്ക് ചാർജസ് റിപ്പല് ചെയ്യും, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യും. പിന്നെ ടോട്ടൽ ചാർജ് Q കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ N×E ആണ്. അതിൽ നിന്ന് ഒരു കൂളം ചാർജ് ഫ്ലോ ചെയ്യണമെങ്കിൽ 6.25 × 10⁸ ഇലക്ട്രോൺസ് മൂവ് ചെയ്താലേ ഒരു കൂളം ചാർജ് ഫ്ലോ ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ ഇലക്ട്രോണിന്റെ ചാർജ് -1.6 × 10⁻⁻19 കൂളം ആണ്. പ്രോട്ടോണിന്റെ ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഇനി സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ട്, ഡൈനാമിക് ഇലക്ട്രിസിറ്റി ഉണ്ട്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് സ്റ്റേഷനറി ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി ആണ്. ഡൈനാമിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റിയെ കുറിച്ചാണ്. അതായത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറണ്ട് ഇലക്ട്രിസിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. കറണ്ട് ഇലക്ട്രിസിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. കറണ്ട് എന്താണെന്ന് കാണാം. ഞാൻ പറഞ്ഞു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോഴാണ് കറണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറയാം. കറണ്ടിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. ചാർജ് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ടക്ടേഴ്സിന്റെ കേസിൽ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിന്റെ ചാർജ് ആണ്. ചാർജിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇലക്ട്രോൺസ് എന്ന് എഴുതാം, അല്ലെ? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ്
ഫ്ലോ ഓഫ് ചാർജ് ആണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു കണ്ടക്ടർ എടുത്താൽ അതിൽ ഒരു സെക്കൻഡ് സമയത്ത് എത്ര ചാർജ് ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ് കറണ്ട് എന്ന് പറയുന്നത്. ഒരു കണ്ടക്ടർ എടുത്താൽ ആ കണ്ടക്ടറിൽ കൂടെ ഒരു സെക്കൻഡ് സമയത്തിലേക്ക് എത്ര ചാർജ് ആണ് ഫ്ലോ ചെയ്യുന്നത്, അതാണ് കറണ്ട് എന്ന് പറയുന്നത്. നമ്മൾ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ഐ. കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ഐ. അപ്പൊ നമുക്ക് ഐ എങ്ങനെ എഴുതാം? ഐ ഈക്വൽ ടു ക്യൂ, ക്യൂ ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാം അല്ലേ? ഐ എന്ന് പറഞ്ഞാൽ ക്യൂ ഡിവൈഡഡ് ബൈ ടി. ക്യൂ എന്താണ്? ഫ്ലോ ചെയ്യുന്ന ചാർജ്. ടി എന്താണ്? എത്ര ടൈമിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ? അതായത് സപ്പോസ് ഇപ്പൊ 500 കൂളം ചാർജ് 5 സെക്കൻഡ് നേരത്തേക്ക് ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിലെ കൂടെയുള്ള കറണ്ട് എന്താണ്? കറണ്ട് ഐ എന്താണ്? 500 ഡിവൈഡഡ് ബൈ 5 ആണ് അല്ലേ? 500 ഡിവൈഡഡ് ബൈ 5 ആണ് അതിലെ കൂടെയുള്ള കറണ്ട്. അതായത് 100 ആണ്, 100 ആണ് അതിലെ കൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത്. അതായത് 500 കൂളംസ് ചാർജ് 5 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞാൽ കറണ്ട് എന്താണ്? 500 ഡിവൈഡഡ് ബൈ 5. അതെങ്ങനെ കിട്ടി? ഒരു സെക്കൻഡിൽ എത്ര ചാർജ് ഫ്ലോ ചെയ്തു അല്ലെ? 500 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ അതിനർത്ഥം എന്താ? ഒരു സെക്കൻഡിൽ എത്ര ചാർജ് ഫ്ലോ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 100 എന്നാണ് കറണ്ടിന്റെ വാല്യൂ കിട്ടിയത്. ഒന്നുകൂടെ പറയാം, കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ്. അതിനർത്ഥം ഒരു സെക്കൻഡിൽ എത്ര കൂളം ചാർജ് ഒരു കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ് കറണ്ട് വരുന്നത്. ഇനി അതിനുള്ള ഇക്വേഷൻ ആണ് ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി എന്ന് പറയുന്നത്. ഇനി കറണ്ടിന് ഒരു യൂണിറ്റ് ഉണ്ട്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കറണ്ട് പറയുമ്പോൾ അതിന്റെ വാല്യൂ ആ യൂണിറ്റും കൂടെ ചേർത്താണ് പറയുന്നത്. അതിന്റെ യൂണിറ്റ് ആണ് ആംബിയർ. കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംബിയർ. AMPER, ആംബിയർ. റെപ്രസെന്റ് ചെയ്യുന്നത് എ കൊണ്ടുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ആംബിയറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി കൊമേഴ്ഷ്യൽ SI യൂണിറ്റ് സിസ്റ്റത്തിൽ മാത്രമാണ് നമ്മൾ ആംബിയർ യൂസ് ചെയ്യുന്നത്. അതല്ലാതെ കറണ്ടിന്റെ യൂണിറ്റ് വരുന്നത് മില്ലി ആംബിയർ, മൈക്രോ ആംബിയർ എന്നൊക്കെ പറഞ്ഞ് കറണ്ട് എഴുതാറുണ്ട്. മില്ലി ആംബിയർ എന്ന് പറയുമ്പോൾ M*A, സ്മോൾ m a എന്ന് റെപ്രസെന്റ് ചെയ്യും. മൈക്രോ ആംബിയർ എന്ന് പറഞ്ഞാൽ മ്യൂ a കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഒരു മില്ലി ആംബിയർ എന്ന് പറഞ്ഞാൽ 10⁻³ ആംബിയർ ആണ്. അതായത് ഭയങ്കര ചെറിയ വാല്യൂ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. ഒരു മില്ലി ആംബിയർ എന്ന് പറഞ്ഞാൽ 10⁻³ ആംബിയർ ആയിരിക്കും. ഒരു മൈക്രോ ആംബിയർ എന്ന് പറഞ്ഞാൽ 10⁻⁶ ആംബിയർ ആയിരിക്കും. അപ്പൊ മില്ലി ആംബിയറിനേക്കാൾ ചെറുതാണ് എന്ത്? മൈക്രോ ആംബിയർ എന്ന് പറയുന്നത്. ഒരു മില്ലി ആംബിയർ 10⁻³ ആംബിയറും ഒരു മൈക്രോ ആംബിയർ 10⁻⁶ ആംബിയറും ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കറണ്ടിന് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ കറണ്ടിനെ മെഷർ ചെയ്യണം. അതായത് നമുക്കൊരു സർക്യൂട്ടിൽ കൂടെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്താൽ അതിന്റെ അളവിനെ ഒന്ന് മെഷർ ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി നമ്മളൊരു സ്പെഷ്യൽ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഡിവൈസിനെയാണ് നമ്മൾ അമ്മീറ്റർ എന്ന് പറയും. അമ്മീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോ അതിന്റെ ഇന്റൻസിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കുന്നത്. അമ്മീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആണ്. ഈ ആ അമ്മീറ്റർ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അമ്മീറ്റർ എന്താണെന്ന് കാണാം. അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? ഒരു കറണ്ട് ഫ്ലോയെ, ഒരു കണ്ടക്ടറിൽ കൂടെയുള്ള അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോയെ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ആണ് അമ്മീറ്റർ എന്ന് പറയുന്നത്. ഈ അമ്മീറ്ററിന്റെ സിമ്പൽ ആണ്. ഇതിന് സിംബോളിക് ആയിട്ട് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എ എഴുതുക, അതിന് ചുറ്റും ഒരു സർക്കിളിനകത്ത് എ എഴുതുക, 2 ടെർമിനൽസ് കാണിക്കുക. ടെർമിനൽസ് ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആയിരിക്കും. ഇനി ഇത് കണക്ട് ചെയ്യുന്നതിന് സർട്ടൻ പ്രത്യേകതകളുണ്ട്. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അമ്മീറ്റർ ഒരു കണ്ടക്ടറിൽ അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ അതെപ്പോഴും സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. അതായത് ആ സർക്യൂട്ടിന്റെ ലൈനിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അമ്മീറ്റർ കണക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഈ അമ്മീറ്ററിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു കറണ്ട് മെഷർ ചെയ്യാനായിട്ടാണ് അമ്മീറ്റർ എടുക്കുമ്പോൾ ആ അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ ലോ റെസിസ്റ്റൻസ് ആയിരിക്കണം അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ലോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം കറണ്ട് അതിനകത്തുകൂടെ ഫ്ലോ ചെയ്യുക എന്നാണ് അർത്ഥം. അതായത് നമുക്ക് കറണ്ട് ആണ് മെഷർ ചെയ്യേണ്ടത്. അപ്പൊ എത്രത്തോളം മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കണം? മിനിമം ആയിരിക്കണം. അപ്പൊ ഈ 2 പോയിന്റ്സ് ഓർത്ത് വെക്കുക. അമ്മീറ്റർ എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇൻ സീരീസ് വിത്ത് ലൈൻ ആയിരിക്കും. ഇൻ സീരീസ് വിത്ത് ലൈൻ ആയിരിക്കും. അതുപോലെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ലോ റെസിസ്റ്റൻസ് ആയിരിക്കണം. ഇറ്റ് ഹാസ് ലോ റെസിസ്റ്റൻസ്.
റെസിസ്റ്റൻസ്. ഇങ്ങനെ രണ്ട് കേസുകളാണ് അമ്മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരു അമ്മീറ്റർ എങ്ങനെ നമുക്ക് ഒരു സർക്യൂട്ട് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കാന്ന് കാണിക്കാം. അപ്പോൾ ഞാനൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുവാണ്. ഒരു സർക്യൂട്ടിൽ ഒരു ബൾബ് കണക്ട് ചെയ്തിരിക്കുക. ബൾബ് ഇവിടെ ഒരു പ്രത്യേക സെല്ലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു കീ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ സെല്ലിന് ഒരു പ്രത്യേക വോൾട്ടേജ് ഉണ്ട്, അതിനെ വി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. സെല്ലിന്റെ പോസിറ്റീവ് സൈഡിനെ പ്ലസ് കൊണ്ടും നെഗറ്റീവ് സൈഡിനെ മൈനസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് ഒരു കീ ആണ്. കീ അല്ലെങ്കിൽ അതിന്റെ സ്വിച്ചും എന്നും പറയാം. ഇനി നമ്മളിവിടെ അമ്മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്ന് പറയാം. അമ്മീറ്റർ എപ്പോഴും സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതായത് ഈ സർക്യൂട്ടിൽ സീരീസ്, അതായത് സർക്യൂട്ടിൽ തന്നെ ഡയറക്റ്റ്ലി അത് കണക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഇവിടെ കണക്ട് ചെയ്യാം അല്ലേ? അമ്മീറ്ററിന്റെ പോസിറ്റീവ് സൈഡ് ഇവിടെ, നെഗറ്റീവ് സൈഡ് ഇവിടെ. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, അമ്മീറ്ററിന്റെ പോസിറ്റീവ് എപ്പോഴും എന്തിന്റെ പോസിറ്റീവ് ആയിട്ടായിരിക്കും കണക്ട് ആവുന്നത്? ബാറ്ററിയുടെ പോസിറ്റീവ് ആയിട്ടായിരിക്കും കണക്ട് ആവുന്നത്. അതുപോലെ അമ്മീറ്ററിന്റെ നെഗറ്റീവോ, അമ്മീറ്റർ നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടും കണക്ട് ആവും. അതായത് പോസിറ്റീവ് പോസിറ്റീവായിട്ടും നെഗറ്റീവ് നെഗറ്റീവായിട്ടായിരിക്കും കണക്ട് ആവുന്നത്. ഇനി അടുത്ത നോക്കിക്കേ, ഇതെന്ന് പറഞ്ഞാൽ ലോ റെസിസ്റ്റൻസ് ആയിരിക്കണം. അതായത് നമ്മൾ കണക്ട് ചെയ്യുന്ന ഡിവൈസ് ലോ റെസിസ്റ്റൻസ് ആയിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ ഇതിൽ കൂടെ എന്ത് ഫ്ലോ ഉണ്ടാകും? കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പൊ ഫുൾ കറണ്ട് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? ഈ കണക്ട് ചെയ്തിരിക്കുന്ന അമ്മീറ്റർ യൂസ് ചെയ്ത് മെഷർ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ കീയുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ കീ ഒരു സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആകും. സർക്യൂട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ബൾബ് ഗ്ലോ ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ഒരു അമ്മീറ്റർ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത്. എപ്പോഴും കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ബാറ്ററിയുടെ പോസിറ്റീവ് ആയിട്ട് അമ്മീറ്ററിന്റെ പോസിറ്റീവ് വരണം, ബാറ്ററിയുടെ നെഗറ്റീവ് ആയിട്ട് അമ്മീറ്ററിന്റെ നെഗറ്റീവും വരണം. സീരീസ് കണക്ഷൻ ആയിരിക്കണം. ലോ റെസിസ്റ്റൻസ് ആയിരിക്കും അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അമ്മീറ്ററിൽ പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.